എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിലെ ഇക്കിരി റിയാക്ഷനാണ് ഭ്രമയുഗം. ഭ്രമയുഗം സിനിമയുടെ ഒഫീഷ്യൽ ട്രailer ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഗംഭീരം എന്നല്ലാതെ വേറൊരു വാചകമില്ല കേട്ടോ അതിന്. ഒറ്റ വാക്ക് ഗംഭീരം. എന്തായാലും സിനിമയുടെ ട്രailer ഇന്നലെ നേരിട്ടങ്ങ് പുറത്തു വിട്ടതല്ല, ട്രailer ലോഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ മമ്മൂക്കയായിരുന്നു ഇത് സ്വിച്ച് ഓൺ ചെയ്തത്. എന്തായാലും മമ്മൂക്ക ഇത് കാണുന്നതെന്ന് കണ്ടാലോ? തീർച്ചയായിട്ടും. പിന്നെ ആൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ ഉണ്ട്. അതായത് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്ന സംഭവം ഇതിൻ്റെ ട്രailer ലോഞ്ചാണോ? മമ്മൂക്ക ട്രെയിലർ കാണുന്ന ഞങ്ങൾ കാണുന്നു. അതെ, അതൊരു രസമുള്ള പരിപാടിയാണ്. ക്യാപ്ഷൻ എന്താ കണ്ടുവെച്ചുള്ളത് അറിയാം. ഭ്രമയുഗം സിനിമയുടെ ഒഫീഷ്യൽ ട്രailer മമ്മൂക്ക കാണുന്നു, അത് ഞങ്ങൾ കാണുന്നു. തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും ഇത് കാണാം. റെഡി. എൻ്റെ മോനെ അല്ലാ ബിലാലിക്ക. ജാക്കറ്റ് മാത്രം അറിയാം. ഓ ബിഗ് ബി, യോ ബിഗ് ബി, യോ ബിഗ് ബി. എന്തിനാണ് ബിഗ് ബി? ആ ബീജിയം തന്നെ ധാരാളം. വിഷ്ണുവിനെ Come on Abu Dhabi, let's welcome the mega star of Malayalam cinema, Mammootty. നമ്മുടെ മമ്മൂക്ക. യോ ബിഗ് ബി, യോ ബിഗ് ബി. ഈ ലൈറ്റ്സ് ഒന്ന് ഓഫ് ചെയ്യോ? ഈ ലൈറ്റ്സ് ഓഫ് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ പറ്റും. ആരെ മമ്മൂട്ടിനെ? അതെ, എല്ലാവരും ഒന്ന് സൈലന്റ് ആയിരിക്കാം, because we are going to watch this for the first time. ഇത് ശ്രദ്ധിച്ച് കാണണം നമ്മളെല്ലാവരും. All right. ഈ സൽമാൻ പറയുന്നുണ്ടല്ലേ? അത് ആദ്യമായിട്ട് കാണട്ടോ. പിന്നെ എന്താണ് ചെയ്ത് ആദ്യം കാണാണ്. വിരസതയുടെ പ്രളയത്തിൽപ്പെട്ട് മുങ്ങിത്താവുമ്പോ വഴുതടി തന്നെയാ നല്ലത്. ഇത് കരുക്കള്, ഇത് രണ്ടും പകിട. എറിയുമ്പോ വീണെണ്ണം നോക്കി കരു നീക്കണം. ഇത് കാണുന്ന കുറച്ചുകൂടി കാണിക്കണല്ലേ? അത്ര ഉള്ളൂ തോന്നുന്നു. നോക്കാം. ഒക്കെ ഭാഗം പോലെയാ. ഇത് കരുക്കള്, ഇത് രണ്ടും പകിട. എറിയുമ്പോ വീണെണ്ണം നോക്കി കരു നീക്കണം. ആദ്യം ഇവിടെ കരുവത്ത് നാളെ ജയിക്കും. ഒക്കെ ഭാഗം പോലെയാ. രണ്ട് തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. ഇത് കരിക്കല്. ചെറുക്കന് ഭ്രാന്തായി. ഒക്കെ ഭാഗം പോലെയാ. ഇത് കരിക്കല്, ഇത് രണ്ടും പകിട. നല്ല മുഴുത്ത വട്ടായി കൈ നോക്കണേ. ഇത് ഭ്രമയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. അട്ടക്ക് ഒരു സാധനം കൂടി ഉണ്ടല്ലേ? 15-ാം തീയതി സിനിമ റിലീസ് ആവുകയാണ്. ഭ്രമയുഗം, ദ ഏജ് ഓഫ് മാഡ്നസ്. ലോകത്തിൽ ആദ്യമായി നമ്മളെല്ലാവരും ഇവിടെ മമ്മൂക്കയുടെ കൂടെ നിന്നുകൊണ്ട് ഈ ഒരു ട്രെയിലർ നമ്മളെല്ലാവരും കണ്ടു. വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വീണ്ടും വരികയാണ്. ഫസ്റ്റ് പേഴ്സൺ ടു ടോക്ക് അബൌട്ട് ദിസ് മൂവി ഈസ് ദ ഡയറക്ടർ ഓഫ് ദിസ് മൂവി. Can we have the director please? Yes, രാഹുൽ സദാശിവൻ. എന്താണ് നമ്മൾ ഈ കണ്ടത്? ട്രെയിലറോടോ? Okay, hi. രാജസദാശൻ തിരിഞ്ഞാക്കുന്നത് അബുദാബിനെ കാണുന്നത്. ഇത് ജനങ്ങളല്ലേ? സിനിമ എടുക്കുകയാണ്, നമ്മളൊക്കെ പേടിപ്പിക്കാനാണ് ഉദ്ദേശം. സത്യം പറയൂ.
This is my third film. Okay, Prameyugam is my third film. ഭൂതകാലം വേറൊരു ടൈപ്പ് ഓഫ് ഹൊറർ ആയിരുന്നു. സോ കുറച്ചൊന്ന് മാറ്റി ചിന്തിക്കാതെ വെച്ചിട്ടാണ് പ്രമേയം എടുത്തത്. ചെറിയൊരു മാറ്റമുള്ളൂ. കൈൻഡ് ഓഫ് ഹൊറർ. ഇറ്റ്സ് നോട്ട് എ പാരനോർമൽ, ഇറ്റ്സ് മോർ ഓഫ് ഒരു സസ്പെൻസ് ആൻഡ് ത്രില്ലർ ഒരു സ്പേസിൽ നിൽക്കുന്ന ഹൊററാണ്. സോ യാ. രാഹുൽ, നമുക്ക് എല്ലാവരുടെയും സംശയം എന്തുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് അർജുന ഷോ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണ്ടോ ബാക്കില്? ഭൂതകാലം എനിക്ക് ഒരൊറ്റ തോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. Next film should be a black and white film, and with Mamuka, of course. And we can see that black and white in everyone. So it's a great. This is the dream. This is what I'm living right now, and I should thank Mamuka for giving me this opportunity and the producer to accept this a great challenge to support my vision. All the best. രാഹുൽ, ഭൂതകാലം, റെഡ് റെയിൻ എല്ലാം തന്നെ നമുക്കറിയാം. അതിനേക്കാളും ഒരു 10 പടി മുൻപിലേക്ക് ഈ ഒരു സിനിമ എത്തട്ടെ. All the best. Thank you. All the best, Rahul. And can we have next? നമ്മുടെ മെഗാ സ്റ്റാർ ഓഫ് മലയാളം സിനിമ മമ്മൂക്ക. നമസ്കാരം. ഇന്നലെ നിങ്ങൾ ഇങ്ങനെയൊന്നല്ല പറഞ്ഞത് അല്ലേ? ശൈലിയിലൊക്കെ മാറ്റം ഉണ്ടായിരുന്നല്ലോ. ചിരിച്ചുകൊണ്ട് പേടിപ്പിച്ചുകൊണ്ടാണ് വിളിച്ചത്. ട്രെയിലർ ലോഞ്ച് നാട്ടിൽ വെച്ച് നടത്തണമെന്ന് ഒരുപാട് പേർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് UAE ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നടത്തണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. മലയാള സിനിമയുടെ ഒരു വലിയ പ്രേക്ഷക വൃന്ദമുള്ള സ്ഥലം തന്നെയാണ് കേരളം പോലെ, അല്ലെങ്കിൽ മറ്റൊരു കേരളം, അല്ലെങ്കിൽ an extension of കേരള. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മലയാള സിനിമയെ വിജയിപ്പിക്കുന്നതിനുള്ള അവകാശത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇത് ഇവിടെ അബുദാബി പോലെ ഒരു വലിയ മോളിൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് വരാവുന്ന ഒരു സ്ഥലത്ത് വെച്ച് നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മോതിരം വരെ ബ്ലാക്ക് ആണ്. ഫുൾ ബ്ലാക്ക് ആണ്. എന്താ വാച്ചാണത്? കയ്യിലെന്തോ ഉണ്ട്, അത് ബ്ലാക്ക് അല്ലേ? സിനിമ കണ്ടതിന് ശേഷം ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ വിചാരിച്ചു എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയാണ്. ഈ സിനിമ ഒരു ശൂന്യമായ മനസ്സോടുകൂടി വന്ന് കാണണം. എങ്കിൽ മാത്രമേ ഈ സിനിമ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഒരു മുൻവിധികളും ഇല്ലാതെ ഇത് ഭയപ്പെടുത്തുമോ, നിങ്ങളെ ഞെട്ടിപ്പിക്കുമോ, സംഭ്രമിപ്പിക്കുമോ, വിഭ്രമിപ്പിക്കുമോ, സന്തോഷിപ്പിക്കുമോ എന്നൊന്നും ഈ സിനിമയെപ്പറ്റി ഞങ്ങൾ ആദ്യമേ ആലോചിക്കേണ്ട. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ആസ്വാദനം കുറഞ്ഞു പോകും. അതുകൊണ്ട് വളരെ ശുദ്ധമായ മനസ്സോടെ വളരെ സന്തുഷ്ടരായി നല്ല പ്രസന്നരായി വന്ന് സിനിമ കാണുക. ഇത് ഭയപ്പെടുത്തുമെന്നോ ഭീതിപ്പെടുത്തുമെന്നോ ആകുലപ്പെടുത്തുമോ വ്യാകുലപ്പെടുത്തുമെന്നോ ഞാൻ പറയുന്നില്ല. ഇത് ഒരു പുതിയ തലമുറയുടെ മലയാള സിനിമയിലത്തെ ഒരു ആദ്യാനുഭവമായിരിക്കും. കാരണം ഈ സിനിമ ഒരു 45 വർഷം മുമ്പ് എടുത്തിരുന്നെങ്കിൽ ഇതുപോലെ ഇരിക്കാം. പക്ഷേ ഈ നമ്മൾ വർണ്ണങ്ങളിൽ കളറിൽ കാണുന്ന ഒരുപാട് കാഴ്ചകൾ കറുപ്പിലും വെളുപ്പിലും കാണിക്കുന്ന ഒരു സിനിമയാണ്. സിനിമ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ നടക്കുന്നൊരു കഥയാണ്. 18-ാം നൂറ്റാണ്ട് അവസാനത്തിലാണ് പോർച്ചുഗീസുകാർ നമ്മുടെ കേരളത്തിൽ വരുന്നത്, ഇന്ത്യയിൽ വരുന്നത്. അത് ഇന്ത്യയുടെ തന്നെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ വ്യത്യാസത്തിൻ്റെ സമയമാണ്. ആ സമയത്തിനൊക്കെ ഈ സിനിമയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. ട്രailer ലോഞ്ചിന്റെ ഇടയിലാണ് ഐസ് വിൽപ്പന മാളില് കൊണ്ടുപോടാ ആശംസിക്കുന്നു. ഓക്കെ, അച്ഛനെ ഇവരുടെ ഡ്രസ് കോഡ് ഉണ്ടല്ലോ, അതന്നെ വേറെ ലെവലാ. അതായത് ഇവിടെ മുറിച്ച കേക്ക് പോലും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്തിന്? ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ഞങ്ങളുടെ തമ്പനയിലും ഞങ്ങളുടെ വീഡിയോ പോലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. സൗകര്യമില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കൊടുക്കും. ഇത്രയും പറഞ്ഞിട്ട് നീ അത് ഇല്ലാന്ന് പറയരുത്. ഒന്നുമില്ല എന്ന് നിനക്കൊന്ന് നേരത്തെ തട്ടിക്കൂടും ചെയ്തത്. നീ പറയണ്ടെന്ന് തിരിച്ചെടുത്തോ. എന്ത് തട്ടി? ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ വേറെ സാധനം നീ ഇട്ട് എന്തായാലും പാടിയില്ലേ? കേക്കട്ടെ എന്ന് കിട്ടുമെന്ന് നോക്കട്ടെ. അതായത് ഇപ്പൊ മച്ചാൻ പറഞ്ഞല്ലോ, അതായത് ആളിട്ടിരിക്കുന്ന മോതിരം വരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ആടെ കണ്ണ് വരെ ബ്ലാക്ക് ആൻഡ് വൈറ്റാ.
സൂപ്പർ എന്റെ തന്നെയായിരുന്നു, ഒരു ഡൗട്ടും ഇല്ല. ശരിക്കുള്ള വരാം, ഇത് നിന്റെ നിലവാരത്തിൽ തന്നതാണ്. അയ്യോ ശരിക്കുള്ളതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സംഭവം അതാണല്ലോ നമ്മുടെ കണ്ണ്, വൈറ്റും ബ്ലാക്കും. അതിൽ നിന്ന് നമ്മൾ കാണുന്നത് വർണ്ണങ്ങളാൽ ഉള്ള കാഴ്ചകളാണ്. എന്നാൽ ശരിക്കും നമുക്ക് ആ കണ്ണ് പോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമായിട്ട് കാണാം. അതെങ്ങനെയുണ്ട്? ഐസാറ് പറഞ്ഞേക്കാൻ മാർഗുണ്ടോ? അതെ, ആ ഐസാറിന് അതിനെ ജീവിച്ചു ഇതിലും നന്നായിട്ട് വിറ്റ് പോകുന്നുണ്ട്. ഇനി വേറൊരു സാധനം ഉണ്ടാകുന്നുണ്ട്, നിങ്ങൾ സഹിച്ചോ. ഇത് സീരിയസ് ആണ്, ഇത് വളരെ സീരിയസ് ആണ്. നമുക്ക് ഓരോ സമയങ്ങളിലും നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരും. അതായത് ഇത് അഭിനയത്തിന്റെ ഒരു പുസ്തകമാണ്, എന്നിട്ട് ഇത് അവസാന അധ്യായമാണ് എന്നുള്ള രീതിയിൽ ഇത് അടച്ചു വെക്കും. എന്നാൽ അതിനുശേഷം ആള് വീണ്ടും വരും, എന്നിട്ട് പുതിയൊരു അധ്യായം തുറക്കും. ആ പുസ്തകം തിരിച്ചു പിടിച്ച് തുറക്കാം. അല്ല, വേറൊരു അത് നമുക്ക് മനസ്സിലാവും, ആ തീർന്നു, അഭിനയത്തിന്റെ ഒക്കെ അവസാന വാക്ക് ഇതാണ്, ഇത് ആ അധ്യായം ഇവിടെ തീരുകയാണ്, ഇതിനേക്കാൾ അപ്പുറം ഒന്നും കാണിക്കാനില്ല നമ്മൾ കരുതും. പക്ഷെ വേറൊരു പുസ്തകം കൊണ്ടുവരും, തുറന്നു തരും, വീണ്ടും നമ്മൾ ഞെട്ടും. തീർച്ചയായിട്ടും. ഇപ്പൊ ഇതിൽ കണ്ട ഭാവങ്ങളും ആളുടെ ഒരുപാട് സംഭവങ്ങൾ ഇതുവരെ ആളുടെ കരിയറിൽ ആൾ ഇടാത്ത സാധനങ്ങളാണ്. എനിക്കെന്താ തോന്നിയൊരു സംഭവം ഉണ്ടല്ലോ, ഈ ഭ്രമയുഗം എന്ന് പറഞ്ഞിട്ട് ദ ഏജ് ഓഫ് മാഡ്നസ് എന്ന് പറയുന്നുണ്ടല്ലോ, ശരിക്കും ഭ്രമയുഗത്തിനല്ല കൊടുക്കണ്ടേ, മമ്മൂട്ടി ദ ഏജ് ഓഫ് മാഡ്നസ്, ഇതാണ് അതിന്റെ ശരിക്കും വരേണ്ടത്. സത്യം അതാണ്, അഭിനയത്തോടൊരു പ്രാന്തം ഒരു മനുഷ്യൻ. അതിനകത്ത് വയസ്സെന്നുള്ള സംഭവത്തിന് ഒരു പ്രാധാന്യം. അതെ, അത് നമ്മളാണ് ഇവിടെ പ്രശ്നക്കാര്, നമ്മൾ ചിന്തിക്കുകയാണ് ആ പ്രായമായി കഴിഞ്ഞാൽ എത്ര മതി എന്നുള്ളത്. അങ്ങനെ തിരിച്ചു ചിന്തിക്കുന്നത്, ഇവർക്കൊക്കെ പ്രായമല്ലോ. ഇപ്പം ആ കണ്ണിന്റെ കാര്യം പറയുമ്പോ എനിക്ക് കുറച്ച് താല്പര്യമുണ്ട്. അതായത് മമ്മൂക്കേന്റെ കണ്ണിൽ കൂടെ നമ്മളെ കാണുന്നത് നമ്മളത് കിളവന്മാരാ. മൂപ്പര് ഇപ്പോഴും 35 പോലും തഴഞ്ഞിട്ടില്ല, അതിന് നിൽക്കുകയാണ്. മൂപ്പര് വീണ്ടും തുറന്നിരിക്കുന്നു പുതിയ അധ്യായങ്ങൾ. വല്ലാത്ത ജാതി ചങ്ങായി. അപ്പൊ എന്തായാലും സംഭവം ഗംഭീര പരിപാടിയായിരുന്നു. ട്രെയിലറുകൾ നമ്മളെല്ലാം കണ്ടു, സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും ബുക്കിംഗ് നാളെ മുതൽ സിനിമയുടെ ബുക്കിംഗ് തുടങ്ങുകയാണ്. പിന്നെന്തായിരുന്നു അറിയാം ഒരു സാധനം ഇത് കുറിച്ചിട്ടോളി. ഇതിപ്പോൾ ഈ ലാസ്റ്റിലേക്ക് എത്തുമ്പോഴേക്കും, അതായത് ഇതിന് മുൻപ് വന്ന കുറച്ച് ചളികൾ കാരണം ഒരുപാട് പേര് പൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ ഈ കാണുന്ന ലാസ്റ്റ് ആൾക്കാർ ഇത് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് വെച്ചോ. പോർച്ചുഗീസുകാർ വന്ന സംഭവമല്ലേ, അത് നമുക്ക് എന്തിനാ ഇപ്പോൾ പറയണം, എന്തിനും ഇവിടെ പറയണം? എന്തിനായിരിക്കും എനിക്കറിയില്ല. ചിന്തിക്കുവിൻ. വെറുതെ ഒരാൾ, അതായത് നമുക്കിപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു സാധനം വരുന്നത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചാണല്ലോ. അതെ, അവിടെ ഒരു സാഹചര്യവും ഈ പോർച്ചുഗീസുകാരായിട്ട് ഒരു സാധനത്തിനും ബന്ധമല്ല. അവിടെ ഒരൊറ്റ ബന്ധമുള്ളൂ, ആ സിനിമക്കാണ്. അത് പറഞ്ഞത് ഇത്രേ ഉള്ളൂ, ആ കാലഘട്ടത്തിലെ കഥയാണെന്നല്ലേ പറഞ്ഞുള്ളൂ. അതാണ് പറഞ്ഞത്. പക്ഷെ പോർച്ചുഗീസുകാരെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു തീം അതിലുണ്ട്, ഉണ്ടാവും. പോർച്ചുഗീസുകാരുടെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാവും, അത് ഉറപ്പല്ലേ? അത് ഉറപ്പല്ലേ? പിന്നല്ലേ, അല്ലെങ്കിൽ ഇത് പറയേണ്ട ആവശ്യം. അതാ ഞാൻ ചോദിച്ചത്, അതുകൊണ്ടല്ല, അല്ലെങ്കിൽ തന്നെ ഞാനത് പറയണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, 1800-കളിലാണ് പോർച്ചുഗീസുകാരുണ്ടായിരുന്നത്. അതല്ല ഞാൻ പറയുന്നതല്ല, അതല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഉണ്ട്, അത് തന്നെയാ പറഞ്ഞത്. അതിന്റെ കാര്യം കൂടി പറഞ്ഞിരുന്നത്. അത് സെപ്പറേറ്റ് എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞ, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നെയാണ് പോർച്ചുഗീസുകാരുണ്ടായിരുന്നത്, ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് അവരും, അതായത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന സമയം ആണെന്ന് എടുത്ത് നമുക്ക് പറയുന്നത്. അതായത് അവരുടെ ഒരു പ്രാധാന്യം കൂടി ഇതിനകത്ത് നന്നായിട്ട് കാണിക്കുന്നുണ്ടാവും. ഇതിപ്പോ കേൾക്കുന്നവർക്ക് ചിലപ്പോ മേ ബി അങ്ങനെ പറഞ്ഞു പോയതായിരിക്കും. പക്ഷെ അങ്ങനെ മനസ്സിൽ നിന്ന് വെറുതെ വരില്ല, അതഴിക്കട്ടെ. പക്ഷെ ഇങ്ങനെ ഉണ്ടാവാതിരിക്കാം മേ ബി. ഇനി പോർച്ചുഗീസുകാരില്ലെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്. അതായത് കാരണം ആകെ കാണുന്നത് 3 ആൾക്കാരെ, ആ വീടിനുള്ളിൽ 4 ആൾക്കാര്. അത് തന്നെ നെഗറ്റീവായിട്ട് പറയുന്നുണ്ട് കുറെ ആൾക്കാര്. ഇതിനാണോ നിങ്ങൾ ഇത്രയും തള്ളി മറിക്കുന്ന ഈ 3 പേര്? ഒരൊറ്റ ആളെ വെച്ചിട്ടുള്ള സിനിമകളില്ലേ, അത് വമ്പൻ ഹിറ്റായ, അത് ഓസ്കാർ ലെവലിലെത്തിയ സിനിമകൾ ഇഷ്ടം പോലെ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. സംഭവം എന്തായാലും ഈ 3 പക്ഷെ നമുക്ക് ആ പറഞ്ഞത് അതും ഈ സാഹചര്യത്തിൽ പറയേണ്ടത് എന്തിനാണെന്നുള്ള ചിന്തിക്കണം. വെറുതെ ചുമ്മാ കാലഘട്ടത്തിലുള്ള കഥയാണെന്ന് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞ ഓക്കെ, സമാധാനം. ചെങ്ങ വേണമെങ്കിൽ ഇത്തിരി നേരം ഡീകോഡർ എന്ന നിലയിൽ എന്റെ ആ ഒരു ഇത് തെറ്റാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ നമുക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല സാധ്യതകൾ ഇനി നിനക്ക് തുറന്നു തരും. 2 വാതിൽ തുറന്ന് വെച്ചേക്കായിരിക്കും. അല്ല, അത്
കെട്ടി തുടങ്ങിയിട്ടുണ്ടാവും. ആ 2 കിട്ടുന്നില്ലേ, ആ കണ്ണിന്റെ സംഭവമൊക്കെ അതിന് കിട്ടിയിട്ടുണ്ടാവും. സ്പോട്ടിൽ തന്നെ അവിടുന്ന് വന്നു. അപ്പൊ അതിന്റെ അടിയിലൂടെ അത് പോയിക്കോളൂ. ഓക്കെ, കട്ട് ചെയ്ത് വെച്ചോളി. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ. ബൈ.